ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തട്ടുകട സ്റ്റൈൽ ഉള്ളിവടയാണ്. തട്ടുകടയിൽ നിന്നും ഹോട്ടലിൽ നിന്നുമെല്ലാം നമ്മൾ കഴിക്കുന്ന ഉള്ളിവട അതേ രുചിയിൽ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ നാടൻ രുചിയിലുള്ള തട്ടുകട സ്റ്റൈൽ ഉള്ളിവട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 6 വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കനമില്ലാതെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും കുറച്ചധികം തന്നെ കറിവേപ്പില നൈസായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. സവാളയൊക്കെ വിട്ട് വരണം, എങ്കിലേ നമ്മുടെ ഈ ഉള്ളിവട നല്ല ക്രഞ്ചി ആയിട്ടിരിക്കൂ. സവാളയൊക്കെ നമ്മൾ നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളിവടക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ അളവിലുള്ള അസഫോഡിറ്റ പൗഡർ, അതായത് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പുളിയില്ലാത്ത തൈരാണ്. തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഉള്ളിവട നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിവടയുടെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നുമെല്ലാം ഉള്ളിവട കഴിക്കുന്ന സമയത്ത് ചെറിയൊരു മധുരം ഉണ്ടാകും. അതിനും കൂടി വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മൈദയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 6 സവാളക്ക് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദ ചേർത്ത് കൊടുത്താൽ മതി. മൈദയുടെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. സവാളയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മൈദ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ അളവിലുള്ള വെള്ളമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവരുത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. സവാളയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ മൈദ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഓരോ ഉള്ളിവടയായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ബോട്ടിലിൻ്റെ മൂടി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു മിക്സ് നിറച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കുക, അപ്പോൾ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാകും. ഇനി ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഉള്ളിവടയെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിവടയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഉൾവശം നല്ല സ്പോഞ്ചി ആയിട്ടും പുറം ഭാഗം അല്പം ക്രിസ്പി ആയിട്ടുമായിരിക്കും ഈ ഉള്ളിവട ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ നാടൻ രുചിയിലുള്ള തട്ടുകട സ്റ്റൈൽ ഉള്ളിവട തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ, വീണ്ടും കാണാം. ബൈ ബൈ.